ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മൂന്നാം സീറ്റ് വേണമെന്ന ആവശ്യത്തിൽ ഉറച്ച മുസ്ലിം ലീഗ്. വയനാട് സീറ്റ് വേണം എന്നതാണ് ആവശ്യം. വയനാട് ലഭിച്ചില്ലെങ്കിൽ കണ്ണൂരോ വടകരയോ ആവശ്യപ്പെടാനും ലീഗ് നേതൃയോഗത്തിൽ തീരുമാനമായി. UDFൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള സീറ്റ് വിഭജനം ഇന്ന് പൂർത്തിയാകും. വൈകിട്ട് 5 മണിക്ക് ചേരുന്ന UDF ഏകോപന സമിതി യോഗത്തിന് ശേഷം സീറ്റ് വിഭജനം സംബന്ധിച്ച് ഔദ്യോഗിക പ്രഖ്യാപനമുണ്ടാകും. കോൺഗ്രസ് 16 സീറ്റിൽ മത്സരിക്കും. മൂന്നാം സീറ്റ് ആവശ്യം പരിഗണിക്കാനാകില്ലെന്ന് മുസ്ലിം ലീഗിന് അറിയിക്കും. മുസ്ലിം ലീഗിന്റെ പിന്തുണയുള്ളതുകൊണ്ടാണ് കോൺഗ്രസ് നിലനിൽക്കുന്നതെന്ന് LDF കൺവീനർ EP ജയരാജൻ പ്രതികരിച്ചിരിക്കുന്നു. ലീഗ് തനിച്ച് മത്സരിച്ചാൽ കോൺഗ്രസ് ഗതികേടിലാകുമെന്നും EP ജയരാജൻ ഇന്ന് പറഞ്ഞു. ലീഗ് കോൺഗ്രസ് കൊടുത്ത് ലീഗ് മത്സരിക്കേണ്ട അവസ്ഥ ലീഗിനുണ്ടോ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 952 മദിരാശി സംസ്ഥാനത്ത് 5 MLA-മാരുണ്ടായിരുന്നു ലീഗിന്, ഒരു MP ഉണ്ടായിരുന്നു. 62 2 MP-മാരുണ്ടായിരുന്നു. കോൺഗ്രസുമായി യോജിച്ചല്ല മത്സരിച്ചത്. അവർക്ക് ഇപ്പോഴും 2 സീറ്റാണ്. മുസ്ലിം ലീഗിനെ കുറിച്ച് ആലോചിക്കുന്ന ചിന്തിക്കുന്ന ആളുകൾക്കൊക്കെ കാര്യങ്ങളുടെ വ്യക്തതയുണ്ട്. എന്റെ അഭിപ്രായത്തിൽ തലിച്ച് മത്സരിച്ച കോൺഗ്രസ് ഗതികേടിലാവും. മുസ്ലിം ലീഗ് ഇന്നുള്ളതിനേക്കാളും സീറ്റ് നേടിയേക്കാം. UDF യോഗത്തിന്റെ വിവരങ്ങൾ നൽകാൻ സലീം മാലിക് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ലീഗ് മൂന്നാം സീറ്റ് എന്ന കടുംപിടുത്തത്തിൽ നിൽക്കുമ്പോൾ ഏത് തരത്തിലാണ് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാൻ സാധ്യതയുള്ളത്? ഷഫീദ് റാവുത്തർ നമ്മളോടൊപ്പം തിരുവനന്തപുരത്ത് നിന്നുണ്ടാകും. സലീം, മൂന്നാം സീറ്റ് എന്ന ആവശ്യത്തിൽ മുസ്ലിം ലീഗ് ഉറച്ചു നിൽക്കുകയാണെങ്കിൽ UDF ഈ വിഷയത്തെ എങ്ങനെ കൈകാര്യം ചെയ്യും? വെറുതെ പറയുകയല്ല, വയനാടോ അതല്ലെങ്കിൽ വടകരയോ കണ്ണൂരോ എന്ന ആവശ്യം ലീഗ് മുന്നോട്ട് വെച്ചിരിക്കുകയാണല്ലോ. ഇതിനകത്തൊരു സമവായത്തിലെത്താൻ കഴിയും UDF യോഗത്തിൽ എന്ന് പറയാറായിട്ടുണ്ടോ? 5 മണിക്കാണല്ലോ UDFന്റെ യോഗം ചേരാനിരിക്കുന്നത്. വിശദാംശങ്ങൾ എന്തൊക്കെയാണ് സലേം? ഗോപി, ഇനി UDF ഏകോപന സമിതി യോഗം ചേരാൻ മണിക്കൂറുകൾ പോലുമില്ല. അപ്പോഴും ഈ UDFലെ പ്രതിസന്ധി പരിഹരിക്കാൻ എന്ത് ഫോർമുല മുന്നോട്ട് വയ്ക്കും എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത കുറവുണ്ട് എന്നുള്ളത് തന്നെയാണ് മുന്നണിയെ ഏറ്റവും വലിയ പ്രതിരോധത്തിലാക്കുന്നത്. കാരണം മുസ്ലിം ലീഗ് ആദ്യം മൂന്നാം സീറ്റ് എന്നൊരു ആവശ്യം ഉന്നയിച്ചപ്പോൾ അത് സ്വാഭാവികമായ ഒരു ആവശ്യം, അതിനപ്പുറത്തേക്ക് അത് കടക്കില്ല എന്ന് കോൺഗ്രസ് നേതാക്കൾക്ക് ഉറപ്പായിരുന്നു. സാധാരണ എല്ലാ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് മുൻപും ഇത്തരത്തിലൊരു ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നതാണ്. ആ നിലയിലൊരാവശ്യം എന്ന നിലയിൽ മാത്രമായിരുന്നു നേതാക്കൾ അതിനെ പരിഗണിച്ചത്. ആ നിലയിൽ അവരോട് ആ ചർച്ച മുന്നോട്ട് പോവുകയും ചെയ്തതാണ്. അവസാന നിമിഷം അവരെ അനുനയിപ്പിക്കാൻ കഴിയും എന്നുള്ളതും കരുതിയതാണ്. പക്ഷേ ഓരോ ദിവസം കഴിയും തോറും അവർ ആ ഡിമാൻഡ് കൂട്ടിക്കൊണ്ടുവരികയായിരുന്നു. മാത്രമല്ല, ആ ഡിമാൻഡിൽ നിന്ന് പുറകിലേക്ക് പോകാൻ ഒരു ഘട്ടത്തിലും തയ്യാറായില്ല എന്നുള്ളതുകൂടി പ്രധാനപ്പെട്ട കാര്യമാണ്. അത് സാധാരണഗതിയിലുള്ള UDF യോഗത്തിൽ മാത്രമല്ല, നേതാക്കന്മാർ തമ്മിലുള്ള അല്ലാത്ത അനൗദ്യോഗികമായ സംസാരത്തിലും സംഭാഷണത്തിലും ഒക്കെയും മൂന്നാം സീറ്റ് എന്ന ആവശ്യത്തിൽ ലീഗ് നേതാക്കൾ ഉറച്ചു നിന്നു. അതിന് ഒടുവിലാണ് കഴിഞ്ഞ ആഴ്ച ഇത്തരത്തിൽ UDF ഏകോപന സമിതി യോഗം ചേർന്നപ്പോൾ എല്ലാം ഫൈനൽ റിസൾട്ടായി പറയാമെന്നായിരുന്നു അന്ന് കുഞ്ഞാലിക്കുട്ടി മറുപടി പറഞ്ഞത്. ഏതുവരെയായി ചർച്ച എന്നുള്ളതിലല്ല കാര്യം, അതിൻ്റെ അന്തിമ റിസൾട്ട് എന്താണ് എന്നുള്ളതിലാണ് എന്നായിരുന്നു കുഞ്ഞാലിക്കുട്ടിയുടെ മറുപടി. അതിന് പിന്നീട് 14-ാം തീയതി ഇന്ന് ഏകോപന സമിതി ചേരുമെന്നും അറിയിച്ചിരുന്നു. പക്ഷേ അതിനു മുൻപ് 13-ാം തീയതി ഇന്നലെ ഒരിക്കൽ കൂടി ഒരു ഉഭയകക്ഷി ചർച്ച കോൺഗ്രസുമായി വേണം എന്ന് ലീഗ് നേതൃത്വം ആവശ്യപ്പെട്ടിരുന്നതാണ്. അതിന് കോൺഗ്രസ് നേതൃത്വം തയ്യാറായില്ല. അതിന് പകരം അതല്ലാത്ത നിലയിലുള്ള ചർച്ചകളായിരുന്നു തുടർന്നു കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. അത് കൂടുതൽ പ്രതിസന്ധിയിലേക്കാണ് കാര്യങ്ങൾ എത്തിക്കുന്നത് എന്നുള്ള നിലയിലൊരു സൂചനയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. കാരണം അങ്ങനെ ഒരു ഉഭയകക്ഷി ചർച്ച ഒരുപക്ഷെ ഉണ്ടായിരുന്നെങ്കിൽ നിൽക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യത്തെ UDF മുന്നിൽ കാണുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും കോൺഗ്രസ് സ്വീകരിക്കാൻ പോകുന്ന ഒരു സമീപനം? എന്തൊക്കെ സൂചനകളാണ് നമുക്ക് കിട്ടുന്നത്? ഗോപി, നിലവിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് മുന്നോട്ട് വെക്കാൻ പോകുന്ന ലീഗ് കൂടി ആഗ്രഹിക്കുന്ന ഒരു ഓഫർ അത് രാജ്യസഭാ സീറ്റാണ്. ഒഴിവ് വരുന്ന രാജ്യസഭാ സീറ്റിലേക്ക് മുസ്ലിം ലീഗിന്റെ പ്രതിനിധിയെ മത്സരിപ്പിക്കണം എന്നുള്ളത് ലീഗിന്റെ മുൻപിലൊരു ആവശ്യമാണ്. അതിനപ്പുറത്തേക്ക് UDFൽ അത് വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നില്ലെങ്കിൽ ഇനി രാജ്യസഭാ സീറ്റ് നൽകിയാൽ പോലും വയനാട് സീറ്റ് തന്നേ മതിയാകൂ എന്നൊരു കടുംപിടുത്തത്തിലാണ് മുസ്ലിം ലീഗ് ഉള്ളത്. അത് വലിയ പ്രതിസന്ധിയിലേക്ക് പോകും. നിലവിൽ 3 ആവശ്യങ്ങളാണ് ലീഗ് നേതൃത്വം ഇതല്ലാതെ ഈ പാർലമെന്റ് സീറ്റ് എന്ന ഡിമാൻഡിന് അപ്പുറത്തേക്ക് മുന്നോട്ട് വയ്ക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട ആവശ്യമാണ് രാജ്യസഭാ സീറ്റ്. മാത്രമല്ല, അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിലവിൽ മത്സരിക്കുന്നതിനേക്കാൾ 5 സീറ്റ് അധികം നൽകണമെന്നൊരു വലിയ ആവശ്യം UDF നേതൃത്വത്തിന് മുൻപിൽ വെച്ചിട്ടുണ്ട്. മാത്രമല്ല, അടുത്ത തവണ സർക്കാർ രൂപീകരിക്കുകയാണെങ്കിൽ, UDF സർക്കാർ രൂപീകരിക്കുകയാണെങ്കിൽ ഉപമുഖ്യമന്ത്രി സ്ഥാനം ഉൾപ്പെടെയുള്ള വലിയ വലിയ ആവശ്യങ്ങൾ ലീഗ് ഇതിനോടകം തന്നെ UDFന് മുൻപിൽ വെച്ചിട്ടുണ്ട്. അങ്ങനെ UDFനെ പ്രതിരോധത്തിലാക്കി ഒരു പാർലമെന്റ് സീറ്റ് തന്നെ തരപ്പെടുത്തുക എന്നുള്ളതാണ് നിലവിലെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെയാണ് വയനാട് അതല്ലെങ്കിൽ കണ്ണൂർ എന്നൊരു സീറ്റിലേക്ക് എത്തുകയും ചെയ്തത്. കാരണം കണ്ണൂരിൽ KPCC അധ്യക്ഷൻ മത്സരിക്കാനില്ല എന്നൊരു അറിയിപ്പ് AICC നേതൃത്വത്തിന് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട്
അതുകൊണ്ട് തന്നെ ആ സാഹചര്യം കൂടി മുന്നിൽ കണ്ടാണ് ഇത്തരത്തിലൊരു നിലപാട് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ കോൺഗ്രസ് ഈ വിഷയത്തിൽ സ്വീകരിക്കാൻ പോകുന്ന നിലപാട് അത് ആദ്യം മുതൽ ലീഗ് നേതൃത്വത്തോട് പറയുന്നതുമാണ്. നിലവിൽ പരമാവധി എംപിമാരെ കോൺഗ്രസിൻ്റെതായ എംപിമാരെ ജയിപ്പിച്ച് ലോക്സഭയിലേക്ക് അയക്കേണ്ടതുണ്ട്. അതിന് ഏറ്റവും സുരക്ഷിതമായ സംസ്ഥാനം കേരളമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ സഹകരിക്കണം എന്നുള്ളതായിരുന്നു ലീഗ് നേതൃത്വത്തിനോട് UDF നേതാക്കൾ, പ്രത്യേകിച്ചും കോൺഗ്രസ് നേതാക്കൾ മുന്നോട്ട് വെച്ചിരിക്കുന്ന ഒരു ആവശ്യം. പക്ഷേ ആ ആവശ്യത്തിന് ഇതുവരെയും വഴങ്ങിയിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. ഷഫീദ്, 3-ാം സീറ്റ് എന്ന ആവശ്യത്തിൽ ലീഗ് ഉയർത്തുന്ന ഈ കടുംപിടുത്തം അത് പാർലമെന്റിലേക്ക് രാജ്യസഭാ സീറ്റിൽ കണ്ണും വെച്ചിട്ട് നടത്തുന്ന ഒരു നീക്കമാണോ? ഇപ്പോൾ സലീം മാലിക് നേരത്തെ റിപ്പോർട്ട് ചെയ്തത് അങ്ങനെ വയനാടോ കണ്ണൂരോ എന്നൊരു നിലപാടിൽ നിൽക്കുന്നത് രാജ്യസഭാ സീറ്റിന് വേണ്ടിയിട്ടുള്ള ലീഗിന്റെ ഒരു തന്ത്രപരമായ നീക്കം എന്നാണ്. അങ്ങനെ തന്നെയാണോ ലീഗ് ഉദ്ദേശിക്കുന്നത്? എന്താണ് നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ? ഗോപി, ആ സാധ്യത നമുക്ക് പൂർണ്ണമായും തള്ളിക്കളയാൻ കഴിയില്ല. ലീഗിനെ സംബന്ധിച്ച് നിലവിൽ കേരളത്തിലെ കോൺഗ്രസിന്റെ അവസ്ഥ മാത്രവുമല്ല, ലീഗ് പിന്തുണയില്ലാതെ കോൺഗ്രസിന് എത്രത്തോളം ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടാൻ കഴിയും എന്നടക്കമുള്ള സാഹചര്യങ്ങളെക്കുറിച്ച് കൃത്യമായ ബോധ്യമുണ്ട്. മാത്രവുമല്ല, PK കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള നേതാക്കൾ നേരത്തെ തന്നെ ചില പ്രസ്താവനകൾ നടത്തുമ്പോൾ സ്വാഭാവികമായും അത് മുന്നണിക്കുള്ളിൽ കൂടിയാലോചിച്ച ശേഷമുള്ള പ്രതികരണമാണോ എന്ന തരത്തിലേക്കുള്ള സംശയങ്ങൾ പല വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു തരത്തിലുള്ള ഒരു അകൽച്ച അത് UDF-നുള്ളിൽ കോൺഗ്രസും ലീഗും തമ്മിലുണ്ട്. അതല്ലെങ്കിൽ ലീഗിന്റെ കുറച്ചെങ്കിലും ജനുവിനായിട്ടുള്ള ആവശ്യങ്ങളെ കോൺഗ്രസ് പരിഗണിക്കുന്ന രീതിയിൽ വലിയ തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട് എന്നുള്ള ആക്ഷേപം ലീഗിലെ കുറച്ച് നേതാക്കൾക്കെങ്കിലും ഉണ്ട്. ഈ സാഹചര്യത്തിൽ കൂടി എന്തിന് ഒരു തെരഞ്ഞെടുപ്പ് അടുക്കുന്ന ഒരു സാഹചര്യത്തിൽ തങ്ങൾക്ക് കിട്ടേണ്ടുന്ന പരിഗണന, അതല്ലെങ്കിൽ കോൺഗ്രസ് ഇല്ലാതെ ലീഗ് എന്നുള്ള അവസ്ഥയെ LDF അടക്കമുള്ള അല്ലെങ്കിൽ CPM അടക്കമുള്ള പാർട്ടികളുടെ നേതാക്കൾ വലിയ തരത്തിലൊരു സാധ്യതയെ കാണുമ്പോൾ എന്തുകൊണ്ട് തങ്ങൾക്ക് കിട്ടേണ്ട പരിഗണന അത് കൃത്യമായി തന്നെ ചോദിച്ചു വാങ്ങിച്ചുകൂടാ എന്നുള്ളൊരു ചിന്ത ലീഗിലെ ചില നേതാക്കൾക്കുണ്ട്. ആ ആവശ്യമാണ് ഇപ്പോൾ ഈ 3-ാം സീറ്റ് ആവശ്യമായി പുറത്തേക്ക് വരുന്നെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. രാജ്യസഭാ സീറ്റിലടക്കം സ്വാഭാവികമായും ലഭിക്കേണ്ട പരിഗണന അത് ഉറപ്പുവരുത്തുക ലീഗ് ലക്ഷ്യം വെക്കുന്നുണ്ട്. അതടക്കമുള്ള കാര്യങ്ങൾ പ്രത്യേകിച്ച് EP ജയരാജനടക്കമുള്ള LDF കൺവീനർ EP ജയരാജനടക്കമുള്ള ആളുകൾ ലീഗിനോട് ഇപ്പോൾ കാട്ടുന്ന സമീപനം, ലീഗിനെ പുകഴ്ത്തുന്ന സമീപനം, അതടക്കമുള്ള കാര്യങ്ങൾ ഈ വിഷയത്തിൽ കൂട്ടി വായിക്കേണ്ടതുണ്ട്. കോൺഗ്രസിനെ സംബന്ധിച്ച് അത് നേരിയ പ്രതിസന്ധി കൂടിയാണ്. നിലവിൽ ഇപ്പോൾ അഡ്രസ് ചെയ്യുന്ന വിഷയങ്ങൾക്കപ്പുറം മുന്നണിക്കുള്ളിലെ കൂടുതൽ ആളുകളുടെ സീറ്റ് ആവശ്യങ്ങൾ പരിഗണിക്കുക കോൺഗ്രസിനെ സംബന്ധിച്ച് അമ്പേ തലവേദന ഉണ്ടാക്കുന്ന ഒരു വിഷയം കൂടിയാണ്. ആ സാഹചര്യത്തിൽ ലീഗിനെ ഏത് തരത്തിൽ അനുനയിപ്പിക്കുമെന്നുള്ള കാര്യത്തിൽ കോൺഗ്രസിന് ഇപ്പോഴും പിടിയില്ല. ലീഗിനെ സംബന്ധിച്ച് ലീഗിലെ ചില നേതാക്കൾക്കെങ്കിലും 3-ാം സീറ്റ് അത് ഉറപ്പാക്കണം എന്നുള്ള ഒരു വലിയ ചിന്തയുണ്ട്. അത് അവരുടെ നേതൃയോഗങ്ങളിലടക്കം കൃത്യമായി പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ സാഹചര്യത്തിൽ UDF-ൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട അനുരഞ്ജനം എങ്ങനെ സാധ്യമാകുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഗോപി.